ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് CCTV ക്യാമറയ്ക്ക് വേണ്ടി PVC പൈപ്പ് കൊണ്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ്. ഇന്ന് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ 63 mm 4 kg 2 മീറ്റർ പൈപ്പ്, 110 mm 2.5 kg 50 cm പൈപ്പ്, 63 mm ഒരു ടീയും 63 mm ഒരു എൻഡ് ക്യാപ്പും ആണ്. പിന്നെ ഇതോടൊപ്പം 1 ഇഞ്ചിൻ്റെ 7 സെൽഫ് സ്ക്രൂ ഉണ്ട്. പിന്നെ 63 mm SS-ൻ്റെ 3 സാഡിൽ, പിന്നെ അതിൻ്റെ 6 ഗ്രിപ്പ്, 6 സ്ക്രൂ. ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് പറഞ്ഞാൽ ആ എൻഡ് ക്യാപ്പാണ് എടുക്കുന്നത്. ആ എൻഡ് ക്യാപ്പിൽ സെൻറ്ററിൽ ഒരു ഹോൾ ഇടേണ്ടതായിട്ടുണ്ട്. അതായത് ക്യാമറയുടെ ആ വയറ് നമുക്ക് ഉള്ളിലേക്ക് കടത്തിവിടാൻ വേണ്ടി. അപ്പം ഞാനിവിടെ 20 mm ഒരു ഹോൾസോ ഉപയോഗിച്ചാണ് അവിടെ ഒരു ഹോൾ ഇടുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ചിട്ട് അവിടെ ഒരു ഹോൾ നിർമ്മിക്കാവുന്നതാണ്. ഇനി നമുക്ക് 63 mm ആ ടീയുടെ ആ സെൻറ്റർ ഭാഗവും ഈ എൻഡ് ക്യാപ്പും തമ്മിൽ നമുക്ക് ജോയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ആ 63 mm പൈപ്പ് അതിന് കറക്റ്റായിട്ട് ചേരത്തക്ക വിധത്തിൽ നമ്മൾ ഒരു ശകലം പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അതല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ ചെറുതാക്കണമെങ്കിൽ ടീയുടെ ഒരു ശകലം ഒരു 1/2 ഇഞ്ച് കട്ട് ചെയ്ത് കളയാം. പിന്നെ എൻഡ് ക്യാപ്പിൻ്റെ ഒരു 1/2 ഇഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ കുറച്ചുകൂടെ ഉള്ളിലേക്ക് അടുത്ത് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ള നമ്മൾ ആ ചേർത്ത് വയ്ക്കത്തക്ക രീതിയിലുള്ളൊരു പീസ് മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 110 mm പൈപ്പ് ഞാൻ 50 cm ഇവിടെ എടുത്തിരിക്കുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ 2 ക്യാമറയുടെ ആ ഒരു ടോപ്പ് ഗാർഡായിട്ട് എടുക്കാൻ വേണ്ടി, അതായത് റെയിൻ ഗാർഡായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ 50 cm എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു ക്യാമറയ്ക്ക് ആവുന്നുണ്ടെങ്കിൽ ഒരു 35 cm നീളത്തിൽ നമുക്ക് കട്ട് ചെയ്ത് മതിയാവും. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 50 cm നീളത്തിലുള്ള ഒരു പീസാണ്. അതായത് അത് സെൻറ്റർ ഭാഗം നോക്കി നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഒരു സൈഡ് ഒരു ക്യാമറയ്ക്കും അടുത്തൊരു സൈഡ് അടുത്ത ക്യാമറയ്ക്കും എടുക്കാൻ വേണ്ടിയാണ് 50 cm എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഇനി അത് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യുന്ന വിധവും കൂടെ പറഞ്ഞുതരാം. ഈ 110 mm പൈപ്പിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ഞാൻ ആ 2 സൈഡിലുമായിട്ട് വരയിടുന്നുണ്ട്, പപ്പാതി വരത്തക്ക വിധത്തിൽ. അതായത് ഈ 110 mm പകുതി വരത്തക്ക വിധത്തിൽ 2 സൈഡിലും മാർക്ക് ചെയ്തിട്ട് 2 വര നെടുകെ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ 2 ക്യാമറയ്ക്കുള്ള ഓപ്ഷനാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഞാൻ. അപ്പോൾ ഒരു സൈഡിൽ ഞാനൊരു 10-12 cm, അതായത് ആ ടീ നമുക്ക് വെച്ച് കണക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള സ്പേസാണ് ഈ 10-12 cm എന്ന് പറയുന്നത്. അപ്പോൾ ആ സെൻറ്റിമീറ്ററിൻ്റെ അത്രയും ഗ്യാപ്പ് നമ്മൾ അവിടെ വെച്ചിട്ട് അതിൻ്റെ 2 സൈഡിലുമായിട്ട് ഈ ടീ ഇരിക്കത്തക്ക വിധത്തിൽ 2 ക്യാമറയ്ക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ ആ രീതിയിലാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ആ 10-12 cm ഞാനൊരു കുറുകെ ഒരു കട്ടിങ് കൊണ്ട് കട്ട് ചെയ്യും 2 സൈഡും. അപ്പോൾ ആ 63 mm ടീ കവറായിട്ട് ഇരിക്കത്തക്ക വിധത്തിലാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ പടത്തിൽ കാണുന്നത് പോലെ ഒരു ആകൃതിയെ നമ്മളവിടെ വരച്ചെടുക്കുകയാണ്. ആ പൈപ്പിൻ്റെ നടുകെ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഡിസൈൻ പോലെ നമ്മൾ വെച്ചിട്ട് ഈ പടത്തിൽ കാണുന്ന പോലെ നമ്മൾ വരച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശമൊക്കെ ആകൃതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത് കട്ട് ചെയ്ത് വരുമ്പം ഇനി അത് 2 ക്യാമറയുടെ ഒരു ടോപ്പ് കവറായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ 2 സൈഡിലെ ആ ടീ ഇരിക്കത്തക്ക വിധത്തിൽ 10 cm നീളത്തിൽ നമ്മൾ അവിടുത്തെ പകുതിയായിട്ട്, നേരത്തെ മാർക്ക് ചെയ്ത സൈഡല്ല, അതിൻ്റെ 2ൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സെൻറ്റർ നോക്കിയിട്ട് നമ്മൾ 10 സെൻറ്റ് അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലുമായിട്ട് കട്ട് ചെയ്യുന്നു. അതായത് 2 ക്യാമറയുടെ ആ ടീ ഇരിക്കത്തക്ക വിധത്തിൽ. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇനി ആ വരച്ചിരിക്കുന്ന പെൻസിൽ കൊണ്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ആ വരച്ചിരിക്കുന്ന ആ ഡിസൈനിലൂടെ നമ്മൾ ആക്സോ ബ്ലേഡോ, ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഷീറ്റ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കട്ടറും അല്ലെങ്കിൽ ആക്സോ ബ്ലേഡും ഒക്കെ വെച്ചിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഹാൻഡ് ഗ്രൈൻഡർ വെച്ചിട്ട് വേണമെങ്കിൽ ആ മാർക്ക് ചെയ്ത വരയിലൂടെ നമുക്ക് കട്ട് ചെയ്ത് ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരച്ചെടുക്കുമ്പം ഏകദേശം ഒരു സൈഡ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശമൊക്കെ നമുക്ക് ആ ഡിസൈൻ വന്നിരിക്കുന്നു. അപ്പോൾ അടുത്ത സൈഡ് മുറിച്ച് കഴിയുമ്പോൾ ഈ ഒരു പീസ് നമുക്ക് ആ ഒരു ടോപ്പ് റെയിൻ ഗാർഡ് ആ ഒരു പൈപ്പിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇപ്പം ഞാനത് 2 പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് 2 ക്യാമറയ്ക്കുള്ള ഗാർഡായിട്ട്, റെയിൻ ഗാർഡായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്ന് നമ്മൾ ഫയൽ ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒന്ന് ലെവൽ ചെയ്ത് വൃത്തിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ആ ഒരു ടീ വയ്ക്കുന്ന ഭാഗത്ത് നമ്മളൊരു ഡിസൈൻ പോലൊക്കെ ഇങ്ങനെ കോർണറൊക്കെ കട്ട് ചെയ്ത് അതിനൊന്ന് വൃത്തിയാക്കി മൂലവശമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്തൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ കാണാനൊരു ഭംഗിയുണ്ടാവും. ആ ടീയുടെ, അതായത് നമ്മൾ ഈ റെയിൻ ഗാർഡ് വെക്കുന്ന ആ ഭാഗത്ത് ടീയുടെ ടോപ്പ് സൈഡിൽ 2 സൈഡിലും ഒരു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിട്ടാൽ നല്ലതായിരിക്കും. ആ റൗണ്ട് ഇരിക്കാനൊരു ഭംഗിയായിട്ട് കട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും, ചരിച്ച് കട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി നമുക്ക് ഈ റെയിൻ ഗാർഡ് 2 സൈഡിലും സ്ക്രൂ ചെയ്ത് വീർത്തി ആണ് പിടിപ്പിക്കുന്നത്. നമ്മൾ ഇനി ഈ റെയിൻ ഗാർഡ് നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ പിടിപ്പിക്കുന്ന സമയത്ത് ആ ടീയുടെ ബാക്ക് സൈഡിൽ
ആ സൈഡിൽ നമുക്ക് വെള്ളം ഇറങ്ങാതിരിക്കാൻ ആ ടോപ്പിലെ കവർ ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് തള്ളി വെച്ച് സ്ക്രൂ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ആ ഒരു വെള്ളം വീഴാതെ ആ ഒരു ടീ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 63 mm പൈപ്പ് സോൾവൻ്റ് ഒക്കെ കയറ്റാനുള്ളതാണേ. സോൾവൻ്റ് അടിവശമൊക്കെ നമുക്ക് കയറ്റി വയ്ക്കാം. പിന്നെ മെയിൻ്റനൻസിന് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് സോൾവൻ്റ് തേക്കാതെ നമ്മൾ സ്ക്രൂ ചെയ്ത് ലോക്ക് വയ്ക്കുന്നതാണ് നല്ലത്. കാരണം ആ സ്ക്രൂ ഊരി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഊരിയെടുക്കുകയോ അതിൻ്റെ കണക്ടറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എല്ലാ സൈഡിലും സോൾവൻ്റ് വെച്ച് പുരട്ടണമെന്നില്ല. എൻ്റെ ക്യാപ്പിനകത്തോട്ട് ഇട്ടിട്ട് അതിന് 3 സ്ക്രൂവും ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്തോട്ട് കയറ്റി പൈപ്പിനകത്ത് അടിവശത്ത് നമുക്ക് പൈപ്പ് കയറ്റേണ്ടതാണ്. ആ സോക്കറ്റ് വരുന്ന ഭാഗം അവിടെ സ്ക്രൂ ചെയ്ത് പെട്ടെന്ന് വയ്ക്കരുത്. അത് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോൾവൻ്റ് ഇട്ട് സ്ക്രൂ ചെയ്ത് വയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഭിത്തിയിൽ എവിടെയാണ് പിടിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് അവിടെ ഒരു 3 സാഡിലൊക്കെ വെച്ച് നല്ലോണം ടൈറ്റ് ചെയ്ത് ഭിത്തിയിൽ ഇത് വയ്ക്കാം. അങ്ങോട്ടോ ഇങ്ങോട്ടോ കറക്കണമെങ്കിൽ കറക്കി തിരിച്ച്. അപ്പം കാണാൻ നല്ല വൃത്തിയായിരിക്കും. ഇരുമ്പിൻ്റെയൊക്കെ സ്റ്റാൻഡ് ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തുരുമ്പെടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. ഇതാകുമ്പം തുരുമ്പൊന്നും എടുക്കത്തില്ല. PVC ആണ്, കാണാനൊരു ഭംഗിയുണ്ട്. പിന്നെ പെയിൻ്റൊന്നും അടിക്കണമെന്നില്ല. അടിക്കണമെങ്കിൽ ഇതിനെ അടിക്കുകയും ചെയ്യാം. പക്ഷേ അടിക്കാതിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് നല്ലത്. നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ മറ്റ് ക്യാമറ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ വീണ്ടും ഒരു ടീ അതിൻ്റെ സ്വല്പം താഴെയായിട്ട് ടീ കട്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ റെയിൻ ഗാർഡൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സ്ക്രൂ ചെയ്ത് വൃത്തിയായിട്ട് എടുക്കാം 2 സൈഡിലേക്കും. പിന്നെ റോഡിലൊക്കെ കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് വേറെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് സാധാരണ ചെയ്യുന്നത്. നല്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു പിക്ചർ കിട്ടത്തുള്ളൂ. ഒറ്റ സ്റ്റാൻഡിലാകുമ്പോൾ ആ സെൻറ്ററിലുള്ള കുറച്ച് വ്യൂ കുറച്ചായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് കാണാനൊരു ഭംഗിക്ക് ഇതുപോലെയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇരുമ്പിൻ്റെയൊക്കെ സ്റ്റാൻഡ് നമ്മൾ വെൽഡ് ചെയ്തുണ്ടാക്കണേ വെൽഡറെ വിളിക്കണം. പിന്നെ അതുപോലെ തന്നെ എക്സ്പെൻസൊക്കെ കൂടുതലാണ്. ഇതാകുമ്പോൾ ചിലവ് കുറവുണ്ട്, കാണാനും വൃത്തിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അത്യാവശ്യക്കാർക്കൊക്കെ ഒരു സ്റ്റാൻഡ് നമുക്ക് ചെയ്തു കൊടുക്കണമെങ്കിൽ ഇതുപോലെ ചെയ്യാവുന്ന. എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ കണ്ടതിന് നന്ദി.